ബിഗ് ബോസ് സീസൺ 6ൻ്റെ അപ്ഡേറ്റിലേക്ക് പോവാം. ഞാൻ ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് രാവിലത്തെ പ്രൊമോയ്ക്ക് ശേഷമാണ് ഞാനിങ്ങനൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത്. കാരണം ഞാൻ ബിഗ് ബോസ് പ്രേക്ഷക എന്നുള്ള രീതിയിൽ നമുക്ക് ചില ഇഷ്ടങ്ങളുണ്ടാവും. അതിലുപരി ഓരോരുത്തരുടെ ഗെയിം കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ബിഗ് ബോസ് റീസെൻ്റായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ ഫോളോ അപ്പൊക്കെ എടുക്കാറുണ്ട്, എല്ലാം കാണാറുണ്ട്. ചില മത്സരാർത്ഥികളുടെ ഗെയിം ഇഷ്ടമാണ്, ചില മത്സരാർത്ഥികളെ ഇഷ്ടമാണ്, അവരുടെ ഗെയിം എനിക്കിഷ്ടമല്ല ചില ആൾക്കാരുടേത്. അപ്പം ഇപ്പോൾ ഇന്നത്തെ ഒരു പ്രൊമോയ്ക്ക് ശേഷം ലൈവിൽ വന്ന കാര്യം എന്താ വെച്ചാൽ, സിബിൻ ചേട്ടൻ തീരെ ഗെയിമിനല്ല ബിഗ് ബോസ് വീട്ടിൽ തന്നെ നിൽക്കാൻ താല്പര്യമില്ല എന്നാണ് പറയുന്നത്. പുറത്ത് പോകണം എന്നുള്ള രീതിയിലാണ്. മൈക്കൊക്കെ ഊരിയിട്ട് പിന്നെ ലിവിങ് ഏരിയയിൽ എല്ലാവരും വന്നിരിക്കുന്ന സമയത്ത് സിബിൻ ചേട്ടൻ അങ്ങോട്ട് വരില്ല എന്നും മൈക്കൊക്കെ ഊരിയിട്ട് നിങ്ങളിലൊരാളല്ല ഞാൻ ഗെയിമിന് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളല്ല, ഞാനിവിടെ നിൽക്കാൻ ആപ്റ്റായിട്ടുള്ള ഒരാളല്ല എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട്. ശ്രീതു ക്യാപ്റ്റൻ എന്നുള്ള രീതിയിൽ കൺവിൻസ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിലും സിബിൻ ചേട്ടൻ കൺവിൻസ് ആകുന്നൊന്നുമില്ല. അതിനുശേഷം ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് സിബിൻ ചേട്ടനെ വിളിക്കുകയാണ്. അപ്പോൾ പോകുന്നുണ്ട്. പോയതിന് ശേഷം മൈക്കൊക്കെ ഊരിയിട്ട് നമുക്ക് കാണാം. മൈക്കൊക്കെ ഊരി വെച്ചതിന് ശേഷമാണ് അവിടെ ഇരിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പം ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട്, എന്താണ് പ്രശ്നം, എന്താണ് സിബിൻ, എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, എനിക്കിവിടെ നിൽക്കാൻ തീരെ താല്പര്യമില്ല, ഞാനിതിൽ നിൽക്കാൻ തീരെ യോഗ്യനായിട്ടുള്ള ഒരാളല്ല, എനിക്ക് പുറത്ത് പോകണം. ആ ഒരു വാക്ക് തന്നെ അറിയാം, അത്രയും ഉറപ്പിച്ചെടുത്ത തീരുമാനമാണ്. ചിലപ്പോൾ മെൻ്റലി അത്രയും ബുദ്ധിമുട്ട് നേരിടുന്നത് കൊണ്ടായിരിക്കും. പക്ഷേങ്കിൽ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഇവർ 6 വൈൽഡ് കാർഡുകൾ കയറിയതിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആളായിരുന്നു. ആദ്യം ഞാൻ വിചാരിച്ചത് സായി പിന്നെ സീക്രട്ട് ഏജൻറ്റ് പൊളിച്ചെടുക്കുന്നതാണ്. പക്ഷേങ്കിൽ സിബിൻ ചേട്ടനാണ് ഏറ്റവും കൂടുതൽ എന്താ പറയുക, അവിടെ ഒരു ഗെയിം ചേഞ്ചിങ് കഴിഞ്ഞ തവണത്തെ റിയാസിൻ്റെ ആ ഒരു ലെവലിലൊക്കെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് ഗെയിം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ ഇങ്ങനൊരു കാര്യം വരുമ്പോൾ എന്തിനാണ് മെൻ്റലി ഇത്രയൊക്കെ അറിയില്ല കേട്ടോ. മനുഷ്യന്മാരുടെ കാര്യമാണ്, നമ്മൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ വന്നാലേ പറയാൻ പറ്റും. അപ്പോൾ എന്തായാലും ഞാൻ അതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ട് പറയുന്നില്ല. കാരണം എന്താണെന്നറിയോ, ഈ ഒരു സീസൺ എന്ന് പറയുന്നത് ഒരു ഓണവില്ല് പോലെ ഇങ്ങനെ പോയതായിരുന്നു. അതൊന്ന് മാറ്റിപ്പിടിക്കാൻ ഈ ഒരു 6 വൈൽഡ് കാർഡുകൾ കൊണ്ട് പൂജയൊക്കെ നല്ലൊരു ഗെയിം പ്ലെയർ തന്നെയായിരുന്നു. ഇനിയിപ്പോൾ പൂജേൻ്റെ ഒരു ആരോഗ്യസ്ഥിതി എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല. ഇനിയിപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേറ്റ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഇനി പൂജ തിരിച്ചു വരുമോ അല്ലെങ്കിൽ തിരിച്ചു വരാൻ പറ്റില്ലേ, ഇനി കുറേ നാളെടുക്കുമെന്നൊന്നും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സിബിൻ ഇവിടെ നിൽക്കണം എന്നാണ് എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയിട്ടുള്ളത്. എന്നാലേ ഗെയിം ആ ഒരു പവറിൽ തന്നെ. അപ്പോൾ പൂജയും സിബിനൊക്കെ ഇവിടെ തന്നെ നിന്നിട്ട് പൂജ ആരോഗ്യം വീണ്ടെടുത്തിട്ട് തിരിച്ചു വരും. സിബിന് പഴയ ഒരു പവറോട് കൂടി തന്നെ 2-3 ദിവസം കഴിഞ്ഞ് അത് ചേഞ്ച് ആയിട്ട് അങ്ങനെ തന്നെ നിന്ന് കളിക്കുകയാണെങ്കിൽ സീസൺ 6 അടിപൊളി ഒരു സീസണാക്കി മാറ്റാൻ ഇവർക്കൊക്കെ പറ്റും. ബാക്കി ജാസ്മിനും ഗബ്രിയൊക്കെ അതുപോലെ തന്നെ ഒരു ഗെയിമർ എന്നുള്ള രീതിക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ജിൻഡോ എല്ലാവരും കൂടി വരുമ്പോഴാണ് നമുക്ക് ആ ഒരു ഇത് കിട്ടുക. ഓരോരു ആഴ്ച വരുമ്പോൾ വീക്ക് വരുമ്പോൾ ഇതുവരെ വിഷുവൊക്കെ ആയതുകൊണ്ടാണ്. ഇനിയിപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇന്നലെ ജന്മണി പോയി, അതുപോലെ ഓരോരുത്തർ പോയിക്കൊണ്ടിരിക്കും. അപ്പം പിന്നെ അതിനുശേഷം ഓക്കെ ആയി ഇതുവരെ വന്നിട്ടില്ല എന്നാണ് ലൈവ് കണ്ടപ്പോൾ എനിക്ക് പറയാൻ പറ്റുന്നത്. ഇനി അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കുന്നതായിരിക്കും. ഇതുവരെ സിബിൻ ഓക്കെ ആയിട്ടില്ല. മത്സരത്തിന് ഇറങ്ങിയിട്ടൊന്നുമില്ല, മൈക്കൊക്കെ ഊരിയിട്ട് തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ കൺഫെഷൻ റൂമിലേക്ക് വിളിച്ച സമയത്ത് ബിഗ് ബോസിനോട് പറയുന്നുണ്ട്, എന്നെ ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തേക്ക് വിടണം, അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് ഇതൊക്കെ പൊട്ടിച്ചിട്ട്, അതായത് ഈ ചില്ലൊക്കെ പൊട്ടിച്ചിട്ട് ഞാൻ പുറത്തേക്ക് പോകും, അങ്ങനെ എന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കരുത്. അതത്രയും മെൻ്റലി തകർന്നുകൊണ്ടായിരിക്കും, നമുക്കൊക്കെ അങ്ങനെയല്ലേ. അപ്പോൾ അതുകൊണ്ടായിരിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. പിന്നെ സൈക്കാട്രിസ്റ്റിൻ്റെ സേവനം വേണമെന്ന് ചോദിച്ചപ്പോൾ വേണം എന്നാണ് പറയുന്നത്. അപ്പം അതിന് പോയി കഴിഞ്ഞാൽ ചെറിയൊരു മാറ്റം ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. നിങ്ങൾക്കും അങ്ങനെ തന്നെയാണോ തോന്നുന്നതെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം ഇവരൊക്കെ ഉണ്ടെങ്കിലല്ലേ ബിഗ് ബോസ് നമുക്ക് കാണാൻ വേണ്ടിയിട്ടൊരു പവർ ഉണ്ടാവുള്ളൂ. അപ്പോൾ കൺഫെഷൻ റൂമിൽ നിന്ന് ഇറങ്ങിയ സിബിൻ ചേട്ടൻ നേരെ പോയിട്ട് ഒരു സൈഡിലിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വിളിച്ചിട്ടൊന്നും വരുന്നില്ല. മത്സരാർത്ഥികളൊക്കെ പോയിട്ട് വിളിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്തൊന്നും വരുന്നില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ ബിഗ് ബോസ് അനൗൺസ് ചെയ്യാണ്, സിബിൻ കുറേ നേരം ഒറ്റയ്ക്ക് ഇരിക്കട്ടെ, ഇപ്പോൾ ഗെയിമിലേക്കൊന്നും ഉൾപ്പെടുത്തേണ്ടതായിരിക്കും, കുറച്ചൊന്നും മെൻ്റലി ഇതാവാൻ വേണ്ടിയിട്ട്. പിന്നെ ആ സമയത്തൊന്നും സൈക്കാട്രിസ്റ്റ് വിളിക്കുകയോ കാണുകയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഒറ്റയ്ക്കിരിക്കാൻ ബിഗ് ബോസ് അനൗൺസ് ചെയ്യാണ്, ആരും അങ്ങോട്ട് പോയിട്ട് ബുദ്ധിമുട്ടിക്കാൻ. ഇതൊരു മൈൻഡ് ഗെയിമാണ്. അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ സിബിൻ ചേട്ടൻ ഡണ്ണാണ്. കാരണം അത്രയ്ക്കും മെൻ്റലി സ്ട്രോങ് അല്ല എന്നാണ്. പിന്നെ മുമ്പുള്ള ട്രോമാസൊക്കെ തിരിച്ചു വന്നതായിരിക്കാം മേ ബി, എനിക്കറിയില്ല. പക്ഷേ എന്നാലും കുറച്ചുകൂടി ജാസ്മിനെയൊക്കെ സംബന്ധിച്ച് കുറച്ചുകൂടി ഒരു പവറുണ്ട്. അങ്ങനത്തെ ഒരു മനക്കെട്ടി എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ടായിരിക്കും സിബിൻ ചേട്ടൻ കൺഫെഷൻ റൂമിൽ പോകുന്ന സമയത്ത് തന്നെ പറയുന്നുണ്ട്, ഐ ആം ഡൺ,
ഞാൻ അത്രയും സിബിൻ ചേട്ടൻ അത്രയും അതായത് അത്രയും ഒരാൾ മാനസികമായി തകർന്നിട്ടുണ്ട്. എല്ലാവരെയും മെൻ്റലി ഒരുപോലെ തന്നെ സ്ട്രോങ് ആയിരിക്കണം എന്നില്ല അല്ലേ. ഓരോരുത്തരെയും മെൻ്റൽ ആ ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത് ഭയങ്കര ഓരോരുത്തരെ ബേസ് ചെയ്തിട്ടിരിക്കും. ചിലപ്പോൾ കാണുമ്പോലെ ആയിരിക്കില്ല അവരെ മെൻ്റലി ആ ഒരു സ്ട്രെങ്ത് ഉണ്ടാവുക. ഭയങ്കര സ്ട്രോങ് ആണ് നമ്മൾ വിചാരിക്കുന്ന ആൾക്കാർ അത്രയ്ക്കും മെൻ്റലി സ്ട്രോങ് ആയിരിക്കില്ല. അത് സിബിൻ ചേട്ടൻ ഇവിടെ തുറന്ന് പറയുന്നുണ്ട്. കഴിഞ്ഞു പോയ എന്തോ കാര്യങ്ങൾ നമുക്കറിയില്ല. സിബിൻ ചേട്ടൻ ഇതുവരെ സ്വന്തം എല്ലാവരും ജീവിതത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇവരിലെല്ലാവരും സിബിൻ ചേട്ടൻ്റെ ജീവിതത്തിൻ്റെ മുൻപുള്ള കാര്യങ്ങളൊന്നും നമ്മൾ എപ്പിസോഡായിട്ട് കണ്ടിട്ടില്ല. അങ്ങനത്തെ ഒരു എപ്പിസോഡ് വന്നിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ അതുകൊണ്ട് നമുക്കറിയില്ല. ഇനിയുള്ള അപ്ഡേറ്റിനായി നിങ്ങൾ കാത്തിരിക്കുക. ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ